+1 എക്സാം നടക്കുമോ അല്ലെങ്കിൽ ഇനി എന്ന് നടക്കും അല്ലെങ്കിൽ ക്യാൻസൽ ആക്കിയോ എന്നതിനെക്കുറിച്ചൊന്നും ഒരു ഐഡിയ ഇല്ലാതിരിക്കുന്ന സമയമാണ് ഇപ്പോൾ അല്ലേ. അപ്പം എന്തായാലും എക്സാം നടക്കും എന്നുള്ളൊരു പ്രതീക്ഷയിൽ തന്നെ നമുക്കിരിക്കാം. അപ്പം ഞാൻ വിചാരിച്ചു ഈ ഒരു എന്താ പറയുക ഒന്നും അല്ലാത്ത ഒരു അവസ്ഥയിൽ ഇരിക്കുമ്പം ഒരിച്ചിരി നിങ്ങൾക്കൊരു കോൺഫിഡൻസ് തരുന്നുള്ള രീതിയിൽ ഞാൻ വിചാരിച്ചു നിങ്ങൾക്ക് ഈ ഒരു എക്സാമിൻ്റെ സ്ട്രക്ചർ അല്ലെങ്കിൽ എക്സാമിന് എത്ര മാർക്ക് മേടിച്ചാലും നിങ്ങൾക്ക് +1 പാസ്സാകാൻ പറ്റും, മീൻസ് മിനിമം എത്ര മാർക്ക് മേടിച്ചാൽ +1 പാസ്സാകാൻ പറ്റും, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും നിങ്ങളിപ്പോൾ അന്വേഷിക്കുന്നത് അല്ലേ. അപ്പം ആ ഒരു കാര്യങ്ങളെല്ലാം ഇന്ന് ഡിസ്കസ് ചെയ്യാമെന്ന് വിചാരിച്ചു. നിങ്ങൾക്കറിയാം ഓൾറെഡി മീൻസ് ഗവൺമെൻറ് ഓഫ് കേരള എക്സാം +1 എക്സാം കണ്ടക്ട് ചെയ്യുന്നതിനെ കുറിച്ച് ഒരു നോട്ടിഫിക്കേഷനായിട്ട് സെപ്റ്റംബർ മാസത്തിൽ ഇറക്കിയിരുന്നു. അപ്പോൾ ആ ഒരു നോട്ടിഫിക്കേഷനിൽ മാർക്ക് ഡിസ്ട്രിബ്യൂഷനെ കുറിച്ചും കാര്യങ്ങളെല്ലാം ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. സോ അത് ഇന്ന് ഡിസ്കസ് ചെയ്യാമെന്ന് വിചാരിച്ചു. സോ വെൽക്കം ബാക്ക് ടു മാത്സ് അറ്റ് 360 ഡിഗ്രി വിത്ത് സോണിയ. സെപ്റ്റംബർ 6 ശരിക്കും +1 എക്സാം ഷെഡ്യൂൾ ചെയ്തിരുന്നത്. പക്ഷെ അതെല്ലാം മാറ്റി ഇപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ഉള്ള കണ്ടീഷൻ എന്താണെന്ന് അറിയാം, നടക്കുമോ ഇല്ലയോ എന്നൊക്കെയുള്ള ഒരു കൺഫ്യൂഷനിൽ ഇരിക്കുകയാണ്. അപ്പം ആ ഒരു എക്സാം ടൈം ടേബിളിനനുസരിച്ചായിരുന്നു ഈ ഒരു നോട്ടിഫിക്കേഷൻ ഇറക്കിയിരുന്നത്. അപ്പം ആ ഒരു ടൈം ടേബിൾ ഒഴിച്ച് ബാക്കി കാര്യങ്ങളെല്ലാം ഈ ഒരു +1 എക്സാം കണ്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പാലിക്കേണ്ട നിയമങ്ങളാണ് ഇതിൻ്റെ അത് പറഞ്ഞേക്കുന്നത്. അപ്പം ഇതിൻ്റെ അകത്ത് മെയിനായിട്ട് ഏറ്റവും ഫസ്റ്റ് ഈ ഒരു നോട്ടിഫിക്കേഷനിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ എങ്ങനെയൊക്കെ രജിസ്റ്റർ ചെയ്യണം, ആ കാര്യങ്ങളെല്ലാം നിങ്ങൾ ഓൾറെഡി എക്സാം രജിസ്റ്റർ ചെയ്ത് എക്സാം ഹോൾ ടിക്കറ്റ് വരെ കയ്യിൽ ആയിട്ടിരിക്കുന്നു. ഇനിയിപ്പോൾ ഹോൾ ടിക്കറ്റ് എന്തിനാ എന്ന് വിചാരിച്ചിരിക്കുന്ന കുട്ടികൾ വരെ ഉണ്ടാവും അല്ലേ. അപ്പം എന്തായാലും ഇനി ആ ഒരു രജിസ്ട്രേഷൻ കാര്യങ്ങളെല്ലാം ഇപ്പം ഞാൻ ഡിസ്കസ് ചെയ്യുന്നില്ല, അത് ഡിസ്കസ് ചെയ്തിട്ട് കാര്യമില്ല. അപ്പം ഏറ്റവും മെയിനായിട്ട് നിങ്ങളിപ്പോൾ നോക്കിയിരിക്കുന്നത് എത്ര മാർക്ക് മേടിച്ചു കഴിഞ്ഞാൽ +1 പാസ്സാവും, അതായിരിക്കും നിങ്ങൾ ഭൂരിഭാഗം കുട്ടികളും നോക്കിയിരിക്കുന്ന കാര്യം. അപ്പം ഇതിൻ്റെ അകത്ത് പറഞ്ഞിട്ടുണ്ട് ഈ ഒരു എന്താ പറയുക എത്ര മാർക്ക് മേടിച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു എക്സാം പാസ്സാകാൻ പറ്റും എന്നുള്ള കാര്യം. അപ്പം അത് പറയുന്നതിന് മുന്നേ ഞാനൊരു കാര്യം പറയട്ടെ. കഴിഞ്ഞ കൊല്ലത്തെ ബാച്ചിന് വരെ +1 ഫസ്റ്റ് എക്സാം കഴിഞ്ഞൊരു ഇംപ്രൂവ്മെന്റ് എക്സാം എന്നൊരു ഓപ്ഷൻ ഉണ്ടായിരുന്നു. മീൻസ് എന്തോരം മാർക്ക് നമുക്ക് ഇപ്പം മാർക്ക് കുറവ് മേടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാലും ഒരു എക്സാമും കൂടി ഉണ്ട്, അതാണ് ഇംപ്രൂവ്മെന്റ് എക്സാം. ആ ഒരു ഇംപ്രൂവ്മെന്റ് എക്സാമിൽ നമുക്ക് കൂടുതൽ മാർക്ക് മേടിക്കാം. അപ്പോൾ ഇംപ്രൂവ്മെന്റ് എക്സാമിന് കൂടുതൽ മാർക്ക് കിട്ടിയാൽ അതായിരിക്കും നമ്മുടെ മീൻസ് ഫൈനൽ മാർക്ക്, അല്ലെങ്കിൽ കുറവ് മാർക്ക് കിട്ടിയാൽ ഏത് എക്സാമിനാണോ നമുക്ക് കൂടുതൽ കിട്ടിയത് അതാണ് നമ്മുടെ ഫൈനൽ മാർക്കായിട്ട് കൺസിഡർ ചെയ്യുക. അപ്പം ആ ഒരു ഇംപ്രൂവ്മെന്റ് എക്സാം കഴിഞ്ഞ കൊല്ലം വരെയുള്ള ബാച്ചിന് അവൈലബിൾ ആയിരുന്നു. പക്ഷെ ഇക്കൊല്ലം നിങ്ങളുടെ ആ ഒരു നോട്ടിഫിക്കേഷനിൽ ക്ലിയർ ആയിട്ട് എഴുതിയിട്ടുണ്ട് ഇംപ്രൂവ്മെന്റ് എക്സാം ഈ ഒരു എന്താ പറയുക ഇക്കൊല്ലത്തെ ബാച്ചിന് മീൻസ് ഈ ഒരു കൊല്ലം ഇംപ്രൂവ്മെന്റ് എക്സാം എന്നൊരു ഓപ്ഷൻ ഒഴിവാക്കിയിട്ടുണ്ട്. സോ നിങ്ങൾക്ക് ഈ ഒരു ഒറ്റ എക്സാമേ ഉള്ളൂ +1 നിങ്ങൾക്ക് മാർക്ക് മേടിക്കാനായിട്ട്, ഈ ഒരു ഒറ്റ എക്സാം മാത്രമേ കൺസിഡർ ചെയ്യുള്ളൂ. അപ്പോൾ ആ ഒരു കാര്യം ഏറ്റവും ഫസ്റ്റ് നിങ്ങൾ മനസ്സിൽ വിചാരിക്കുക. ഇനി നെക്സ്റ്റ് നിങ്ങൾ എന്താ പറയുക മാർക്കിന് നോക്കിക്കൊണ്ടിരിക്കുന്നത് നിങ്ങൾ കുറേ പേര് ഒരു കമൻറ്റ് ഞാൻ കണ്ടിരുന്നു, 36 മാർക്കാണോ 48 മാർക്കാണോ പാസ്സാകാൻ വേണ്ടത് എന്നുള്ള ഒരു കാര്യം കൺഫ്യൂഷനായിട്ടൊരു ചോദ്യം ഞാൻ കമൻറ്റിൽ കണ്ടായിരുന്നു. സോ അത് കണ്ടപ്പോഴാണ് ഇതൊന്ന് ഡിസ്കസ് ചെയ്യുക എന്ന് വിചാരിച്ചത്. ഈ ഒരു നോട്ടിഫിക്കേഷൻ 69 പേജുള്ള ഒരു PDF ആണ് ഈ ഒരു നോട്ടിഫിക്കേഷനായിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ ആ ഒരു 69 പേജിൽ ഉള്ളതിൻ്റെ അകത്ത് 16ാമത്തെ പേജിൽ നിങ്ങൾക്ക് നിങ്ങൾ ഏത് സ്ട്രീം ആണെങ്കിലും ആ സ്ട്രീമിൽ ലാബ് ഉള്ള സബ്ജക്റ്റ് അതുപോലെ പ്രാക്ടിക്കൽ ഇവാലുവേഷൻ ഉള്ള സബ്ജക്റ്റ് ഏതൊക്കെയാണ് എന്നുള്ളൊരു കാര്യം അവർ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം അത് നിങ്ങൾക്ക് റെഫർ ചെയ്യാം. അപ്പോൾ ഈ ഒരു PDF ഇപ്പോഴും നിങ്ങളുടെ കയ്യിൽ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ എൻ്റെ ടെലഗ്രാം ചാനലിൽ ഇത് അവൈലബിൾ ആണ്, ഞാൻ അവിടെ ഇട്ടേക്കാം. നിങ്ങൾ ആവശ്യമുള്ളവർ ആ ഒരു ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്ത് ഇത് ഡൗൺലോഡ് ചെയ്തെടുക്കുക. അപ്പം ആ ഒരു ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ആവശ്യമുള്ളവർ അതിൽ കയറി ഇത് ഡൗൺലോഡ് ചെയ്തെടുത്ത് നോക്കുക കേട്ടോ. അപ്പം ആ ഒരു ലിസ്റ്റ് ഓഫ് സബ്ജക്ട്സ് എല്ലാം ഞാൻ ലിസ്റ്റ് ചെയ്യുന്നില്ല, നിങ്ങൾക്ക് ഇപ്പം സൈഡിൽ നിങ്ങൾ കാണുന്നുണ്ടാവും ആ ഒരു ലിസ്റ്റ് ഓഫ് സബ്ജക്ട്സ്.
ഇനി നെക്സ്റ്റ് നിങ്ങൾ നോക്കിയിരിക്കുന്നത് നിങ്ങളുടെ മാർക്കാണ്. എത്ര മാർക്ക് മേടിച്ചാൽ +1 പാസ്സാവാം, എത്ര മാർക്ക് മേടിച്ചാൽ +2 പാസ്സാവാം. അങ്ങനെ അപ്പോൾ ഏറ്റവും ഫസ്റ്റ് നിങ്ങൾ വിചാരിക്കേണ്ടത്, നിങ്ങൾ +1 +2 പഠിച്ചിറങ്ങി കഴിഞ്ഞിട്ട് നിങ്ങളുടെ +2ന്റെ മാർക്ക് മാത്രമല്ല പറയും. ഇപ്പോൾ 10ാം ക്ലാസ്സിൽ നിങ്ങൾ ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ 10ാം ക്ലാസ്സിൽ പരീക്ഷ എഴുതി മേടിച്ച മാർക്ക് മാത്രമേ നിങ്ങളുടെ ടോട്ടൽ ഫുൾ A+ ആണെങ്കിൽ ഫുൾ A+, 5A+ ആണെങ്കിൽ 5A+, അങ്ങനെയുള്ള ആ ഒരു മാർക്ക് മാത്രമേ കൺസിഡർ ചെയ്യുള്ളൂ. പക്ഷെ +1 +2 ഒരൊറ്റ സ്ട്രക്ചേർഡ് പാറ്റേൺ എന്നുള്ള രീതിയിലാണ്. മീൻസ് +1ന്റെയും +2ന്റെയും മാർക്കിന്റെ ആവറേജ് ആണ്, മീൻസ് ടോട്ടൽ മാർക്കാണ് നിങ്ങളുടെ +2 കഴിഞ്ഞ് നിങ്ങളുടെ എന്താ പറയുക ഹയർ സെക്കൻഡറിയുടെ മാർക്ക് ചോദിക്കുമ്പോൾ നിങ്ങൾ പറയുന്ന മാർക്ക്. അപ്പോൾ ടോട്ടൽ 1200 മാർക്കിലാണ്. +1ഉം +2ഉം കൂടെ 1200 മാർക്കിലാണെന്നുള്ള കാര്യം നിങ്ങൾക്ക് അറിയാം. നമ്മളിപ്പോൾ റെഫർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ഒരു PDF-ൽ 18ാമത്തെ പേജിലാണ് നിങ്ങളുടെ മാർക്ക് ഡിസ്ട്രിബ്യൂഷനെ കുറിച്ചുള്ള കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു സൈഡ് സ്ക്രീനിൽ ജസ്റ്റ് അതിൻ്റെ ഒരു സ്ക്രീൻഷോട്ട് കാണാൻ പറ്റുമായിരിക്കും. അപ്പം അതിൻ്റെ അകത്ത് നിങ്ങൾക്ക് അറിയാം ലാബ് ഉള്ള സബ്ജക്ട്സ് ഉണ്ട്, ലാബ് ഇല്ലാത്ത സബ്ജക്ട്സ് ഉണ്ട്. ലാബ് ഇല്ലാത്ത സബ്ജക്ട്സിന് നിങ്ങൾക്ക് ഫസ്റ്റ് ഇയറിലും സെക്കൻഡ് ഇയറിലും 100 മാർക്കിന് വീതമാണ്. അതിൽ 80 മാർക്കിന് എഴുതണം, 20 മാർക്ക് നിങ്ങൾക്ക് C മാർക്ക്. അപ്പം ആ ഒരു 100 മാർക്കിന് ലാബ് ഇല്ലാത്ത സബ്ജക്ട്സിന് എക്സാം, അതുപോലെ തന്നെ 80 മാർക്കിന് ലാബ് ഉള്ള സബ്ജക്ട്സിന് എക്സാം. അവിടെ നിങ്ങൾക്ക് 60 മാർക്കിന് എഴുതാനുള്ള എക്സാമും 20 മാർക്ക് നിങ്ങൾക്ക് C മാർക്കുമാണ്. അപ്പം അതിൻ്റെ അകത്ത് 100 മാർക്കിന് എക്സാം ഫസ്റ്റ് ഇയറിൽ നിങ്ങൾ 100 മാർക്കിന് ടോട്ടൽ എക്സാം എഴുതുമ്പം ആ ഒരു 100 മാർക്കിൽ നിങ്ങൾക്ക് 48 മാർക്ക് മേടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ പാസ്സായി. 100 മാർക്കിൽ 48 മേടിച്ചാൽ മതി. ഇനിയിപ്പം ലാബ് ഉള്ള സബ്ജക്ട്സിന് ഞാൻ പറഞ്ഞു 80 മാർക്കാണ് ടോട്ടൽ അല്ലേ. അപ്പോൾ 80 മാർക്കുള്ള എക്സാംസിന് നിങ്ങൾക്ക് 36 മാർക്ക് മേടിച്ചാൽ നിങ്ങൾ ഫസ്റ്റ് ഇയർ പാസ്സായി. അപ്പം ഓരോ ഇയറിലും സെക്കൻഡ് ഇയറിലും ഇതേ രീതിയിൽ തന്നെയാണ്. അപ്പോൾ സെക്കൻഡ് ഇയറിലും നിങ്ങൾക്ക് 48 മാർക്ക്, ലാബ് ഉള്ള സബ്ജക്ട്സിന് 36 മാർക്കും ലാബ് ഇല്ലാത്ത സബ്ജക്ട്സിന് 48 മാർക്കും ഓരോ ഇയറിലും സെപ്പറേറ്റ് മേടിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ +1 +2 നിങ്ങൾ പാസ്സാവും. മീൻസ് ഫുൾ A+ എന്നുള്ള രീതിയിലല്ല, പാസ്സാവുന്ന മിനിമം മാർക്സ് ആണ് ഞാനിപ്പോൾ പറയുന്നത്. അപ്പം ആ ഒരു 36, 48 എന്ന് പറയുന്ന മാർക്കുകൾ ടോട്ടൽ 100%-ന് 30% മാർക്ക് മേടിച്ചാൽ നിങ്ങൾ പാസ്സാവും. അപ്പം ആ ഒരു പാസ് ഗ്രേഡ് എന്ന് പറയുന്നത് D+ ആണ്. അപ്പോൾ ടോട്ടൽ 2 ഇയറും കൂടെ പാസ്സാവുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 2 ഇയറിലും 200 മാർക്കാണ് ഓരോ സബ്ജക്ട്സിനും നിങ്ങൾക്ക് 2 ഇയറിലും കൂടി ഉള്ളത്. അപ്പോൾ ആ 200 മാർക്കിൽ 60 മാർക്ക് മേടിച്ചു കഴിഞ്ഞാൽ മീൻസ് ഇപ്പം മലയാളം ഇപ്പോൾ എക്സാം എഴുതുന്നതെന്ന് വിചാരിക്കുക, മലയാളത്തിന് ഫസ്റ്റ് ഇയറിലെയും സെക്കൻഡ് ഇയറിലെയും കൂടെ മാർക്ക് കൂട്ടി നിങ്ങൾക്ക് 59 മാർക്കേ ഉള്ളെങ്കിൽ നിങ്ങൾ പാസ്സാവുകയില്ല, നോട്ട് പാസ്സാണ്. അതേസമയം 60 മാർക്കാണ്, 60ഓ 60 കൂടുതലോ മാർക്ക് മേടിക്കുകയാണെങ്കിൽ 2 ഇയറിലെയും കൂടെ ഒരു സബ്ജക്റ്റിൻ്റെ മാർക്ക് കൂട്ടുമ്പം 60ഓ 60ൻ്റെ കൂടുതലോ കിട്ടുകയാണെങ്കിൽ നിങ്ങൾ എക്സാം പാസ്സായി. ഓക്കെ ആണല്ലോ. അതിൻ്റെ തൊട്ട് നെക്സ്റ്റ് പേജിൽ നിങ്ങൾക്ക് എന്താ പറയുക A+ മേടിക്കാനുള്ളതും A+, എത്ര മാർക്കിൻ്റെ റേഞ്ചിലാണെന്നുള്ള കാര്യം പറയുന്നുണ്ട്. 200 ഓരോ സബ്ജക്റ്റിനും 200 മാർക്കിനാന്ന് ഞാൻ പറഞ്ഞു. 200 മാർക്കിൽ 180 തൊട്ട് 200 മാർക്ക് വരെ മേടിക്കുകയാണെങ്കിൽ ഒരു സബ്ജക്റ്റിന് അപ്പം A+ ആണ്. അതുപോലെ 160 തൊട്ട് 179 വരെ A ആണ്. പിന്നെ 140 തൊട്ട് 159 വരെ B+ ആണ്. അത് കഴിഞ്ഞ് 120 തൊട്ട് 139 വരെ മാർക്ക് മേടിക്കുകയാണെങ്കിൽ B ആണ്. പിന്നെ 100 തൊട്ട് 119 വരെ ആണെങ്കിൽ C+, 80 തൊട്ട് 99 മാർക്ക് വരെ മേടിക്കുകയാണെങ്കിൽ C. ഇത് 2 ഇയറിനെയും കൂടെ ടോട്ടലായിട്ടാണ് ഞാൻ പറയുന്നത്. പിന്നെ 60 തൊട്ട് 79 വരെ മാർക്ക് മേടിക്കുകയാണെങ്കിൽ D+. മീൻസ് നിങ്ങളുടെ പാസ് ഗ്രേഡ് എന്ന് പറയുന്നത് D+ അതിൻ്റെ മുകളിലോട്ട് കിട്ടുകയാണെങ്കിൽ നിങ്ങൾ പാസ്സായി. ഇനി D മീൻസ് 40 തൊട്ട് 59 മാർക്ക് വരെയാണ് D. ഇനി 40ൻ്റെ താഴെയാണ് നിങ്ങൾക്ക് 2 ഇയറിലെയും കൂടെ മാർക്ക് കൂട്ടി കിട്ടുന്നതെങ്കിൽ നിങ്ങൾക്ക് E മീൻസ് Dയും Eയും ഗ്രേഡ് കിട്ടിയാൽ നിങ്ങൾ പാസ്സായിട്ടില്ല. സോ മാക്സിമം നിങ്ങളിപ്പം എന്താ പറയുക, ഒട്ടും പഠിക്കാത്ത കുട്ടികൾ കുറേ പേരുണ്ടാവും, ഒട്ടും പഠിക്കാൻ പറ്റാത്ത പിള്ളേരുണ്ടാവും. അങ്ങനെയുള്ളവരൊക്കെ മാക്സിമം D+ലെങ്കിലും എത്താൻ ശ്രമിക്കുക. അതിൻ്റെ താഴോട്ട് ഒരിക്കലും പോകരുത് കേട്ടോ. അപ്പം ഈ ഒരു കാര്യം നിങ്ങൾ മനസ്സിൽ ഓർത്ത് വെക്കുക. അപ്പം ആ ഒരു കാര്യങ്ങളെല്ലാം ഈ ഒരു നോട്ടിഫിക്കേഷനിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ആവശ്യമുള്ളവർ എൻ്റെ ടെലഗ്രാം ചാനൽ എടുത്ത് അതിൻ്റെ ഈ ഒരു PDF ഡൗൺലോഡ് ചെയ്തെടുത്ത് നോക്കുക കേട്ടോ. ഇനി നെക്സ്റ്റ് നിങ്ങൾക്കുള്ള ഡൗട്ട് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എക്സാമിൻ്റെ ടൈമിൽ ഹോളിൽ കയറ്റാൻ പറ്റുന്ന സാധനങ്ങളെ കുറിച്ച് അല്ലേ. മീൻസ് കാൽക്കുലേറ്റർ, അതുപോലെ ക്ലാസ് ടേബിൾ, ഈ 2 കാര്യങ്ങൾ എക്സാം ഹാളിൽ കയറ്റാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളൊരു കാര്യത്തിൽ ഇപ്പോഴും നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ട്. പക്ഷേ ഈ ഒരു നോട്ടിഫിക്കേഷൻ പറഞ്ഞതിൻ്റെ അകത്ത് ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട്. പേജ് നമ്പർ 22-ൽ കാൻഡിഡേറ്റ്സിനുള്ള ഇൻസ്ട്രക്ഷൻസിൽ
means candidates are permitted to use scientific calculators with a single line display and standard Clark's table for subjects having calculation. മീൻസ് നിങ്ങൾക്ക് സയൻറ്റിഫിക് കാൽക്കുലേറ്ററും അതുപോലെ തന്നെ ക്ലാക്സ് ടേബിളും എക്സാമിന് യൂസ് ചെയ്യാൻ പറ്റും. കാൽക്കുലേഷൻസ് മാത്സ്, ഫിസിക്സ്, കെമിസ്ട്രി അങ്ങനെ കാൽക്കുലേഷൻസ് ഇൻവോൾവ് ആവുന്ന സബ്ജക്ട്സിന് നിങ്ങൾക്ക് കാൽക്കുലേറ്റേഴ്സ് കയറ്റാൻ പറ്റും. അതുപോലെ തന്നെ ദേ ആർ നോട്ട് പെർമിറ്റഡ് ടു യൂസ് കാൽക്കുലേറ്റേഴ്സ് വിത്ത് മൾട്ടിപ്പിൾ ലൈൻ ഫെസിലിറ്റി, പ്രോഗ്രാമബിൾ കാൽക്കുലേറ്റേഴ്സ് ആൻഡ് പേഴ്സണൽ ഡിജിറ്റൽ അസിസ്റ്റൻസ് ഇൻ ദ എക്സാമിനേഷൻ ഹാൾ. മീൻസ് അവിടെ പ്രോഗ്രാമബിൾ കാൽക്കുലേറ്റേഴ്സ് ഒന്നും യൂസ് ചെയ്യാൻ പറ്റിയല്ല. അതുപോലെ മൾട്ടിപ്പിൾ ലൈൻ ഫെസിലിറ്റി മീൻസ് എന്താ പറയുക, ഭയങ്കര അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കാൽക്കുലേറ്റേഴ്സ് ഒക്കെ ഉണ്ട്. കുറേ പ്രോഗ്രാംസും കാര്യങ്ങളെല്ലാം നമുക്ക് സേവ് ചെയ്ത് വെക്കാൻ പറ്റുന്ന രീതിയിലുള്ള കാൽക്കുലേറ്റേഴ്സ് ഉണ്ട്. അങ്ങനത്തെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള രീതിയിലുള്ള കാൽക്കുലേറ്റേഴ്സ് ഒന്നും യൂസ് ചെയ്യാൻ പറ്റിയല്ല. ഒരു കാര്യം ഓർത്ത് വെക്കുക, ക്ലാക്സ് ടേബിളും സിംഗിൾ ലൈൻ കാൽക്കുലേറ്റേഴ്സ്, സിംഗിൾ ലൈൻ ഡിസ്പ്ലേ ഉള്ള കാൽക്കുലേറ്റേഴ്സും നിങ്ങൾക്ക് സയൻറ്റിഫിക് കാൽക്കുലേറ്റേഴ്സും എക്സാമിന് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ഒരു സയൻറ്റിഫിക് കാൽക്കുലേറ്റേഴ്സ് കൊമേഴ്സ് സ്റ്റുഡൻസിന് യൂസ് ചെയ്യാൻ പറ്റിയല്ല. അത് ഓൾറെഡി ഞാൻ പറഞ്ഞിരുന്ന കാര്യമാണ്. പിന്നെ എന്താ പറയുക, നമ്മുടെ ഇപ്പോൾ എക്സാമിന് ഈ ഒരു രണ്ട് കാര്യങ്ങൾ, ഈ ഒരു മാർക്ക് ഡിസ്ട്രിബ്യൂഷനും അതുപോലെ തന്നെ ഇംപ്രൂവ്മെൻറ്റ് എക്സാമിൻ്റെ കാര്യവും പിന്നെ ഈ ഒരു ക്ലാക്സ് ടേബിളും സയൻറ്റിഫിക് കാൽക്കുലേറ്ററും, ഈ ഒരു 3-4 കാര്യങ്ങളാണ് നിങ്ങൾക്ക് ഈ ഉള്ള നോട്ടിഫിക്കേഷനിൽ നിന്ന് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇപ്പോൾ നോക്കേണ്ട കാര്യം. അപ്പോൾ ഈ ഒരു മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ, എത്ര മാർക്ക് കിട്ടിയാൽ ജയിക്കാം എന്നുള്ളൊരു കാര്യമെല്ലാം നിങ്ങളിപ്പോൾ കണ്ടു. സോ ഇത് മനസ്സിൽ വെച്ചുകൊണ്ട് തന്നെ നിങ്ങൾ ഇനി പഠിച്ചു തുടങ്ങിക്കോ. മിനിമം മീൻസ് ഇപ്പോഴും പഠിക്കാൻ പറ്റാത്ത കുട്ടികൾ, അല്ലെങ്കിൽ പഠിച്ചിട്ട് മറന്നു പോകുന്ന കുട്ടികൾ, അല്ലെങ്കിൽ A+ മേടിക്കണമെന്ന് നിർബന്ധമില്ലാത്ത കുട്ടികൾ, അങ്ങനെ കുറേ പേരുണ്ടാവും. ഞങ്ങൾക്കൊന്ന് പാസ്സായാൽ മതി എന്നൊക്കെ വിചാരിക്കുന്ന കുട്ടികളുണ്ടാവും. അവരൊക്കെ ഒരൊറ്റ കാര്യം ശ്രദ്ധിക്കുക, ആ ഒരു 36 മാർക്ക് 48 മാർക്ക് അത് മാത്രം മനസ്സിൽ വിചാരിച്ച് പഠിക്കുക കേട്ടോ. അത് മാത്രമല്ല, അതിൻ്റെ കൂടുതൽ മേടിക്കണം എന്ന് മാത്രം, അതിന് താഴോട്ട് ഒരിക്കലും വിചാരിക്കില്ല. കാര്യം പറയാനുള്ളത്, ഈ ഒരു നോട്ടിഫിക്കേഷൻ ഞാൻ ഇംഗ്ലീഷിൽ വായിച്ച് കേൾപ്പിച്ചത് നിങ്ങൾ വിചാരിക്കേണ്ട ഇംഗ്ലീഷ് മാത്രമാണ്. ഓരോ പേജിൻ്റെയും മലയാളം ട്രാൻസ്ലേഷനും ഇതിൻ്റെ അകത്ത് തന്നെ അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഇംഗ്ലീഷ് വായിച്ച് മനസ്സിലാക്കാൻ പറ്റാത്ത കുട്ടികളുണ്ടെങ്കിൽ അവർക്ക് മലയാളത്തിലും വായിച്ച് അതിൻ്റെ ഇൻസ്ട്രക്ഷൻസും കാര്യങ്ങളെല്ലാം നോക്കാൻ പറ്റും. സോ ഈ ഒരു PDF ആവശ്യമുള്ളവർ എൻ്റെ ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യാം. maths@360° വിത്ത് സോണിയ. ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ട്. സോ ആവശ്യമുള്ളവർ ജോയിൻ ചെയ്ത് ഡൗൺലോഡ് ചെയ്ത് എടുക്കുക കേട്ടോ. അപ്പം ഈ കാര്യങ്ങളെല്ലാം ഒന്ന് വായിച്ച് നോക്കുക. ഇത്രയും കാര്യങ്ങൾ മനസ്സിൽ വെച്ച് നല്ല രീതിയിൽ ഇനി ഒന്ന് ഇരുന്ന് പഠിച്ചോ. കുഴപ്പമില്ല, എക്സാമിൻ്റെ ഡേറ്റ് എന്ന് വേണമെങ്കിലും വന്നോട്ടെ, ഒരു കുഴപ്പമില്ല. അതിനെക്കുറിച്ച് നിങ്ങൾ ആലോചിക്കേണ്ട. നിങ്ങൾക്ക് പഠിക്കാനുള്ളത് നിങ്ങൾ പഠിക്കുക. ബാക്കി ഡേറ്റ് വരുമ്പോൾ അതിൻ്റെ ബാക്കി നമുക്ക് അപ്പോൾ നോക്കാം. സോ അടിപൊളിയായിട്ട് ശ്രദ്ധയോടെ ഇരുന്ന് കോൺസെൻട്രേറ്റ് ചെയ്തിരുന്ന് പഠിച്ചോളൂ കേട്ടോ. അതുപോലെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടവരെ ലൈക്ക് ചെയ്യുക. ആദ്യമായിട്ട് എൻ്റെ ചാനൽ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ.